ഹലോ, ക്യാരറ്റ് വെച്ചിട്ട് ഒരു ബോഡി ഓയിൽ ഉണ്ടാക്കിയല്ലോ. സ്കിന്ന് നല്ല ഗ്ലോ തരാനും ഒരു എന്താ പറയുക സ്മൂത്ത് ആവാനും റിങ്കിൾസൊക്കെ പോയിട്ട് അടിപൊളിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരറ്റ് ഓയിലാണ് കേട്ടോ. ക്യാരറ്റിനകത്ത് വിറ്റമിൻ എയും അതേപോലെ തന്നെ കെരാറ്റിനോയിഡ്സൊക്കെ ഉള്ളതുകൊണ്ട് സ്കിന്നിന് നല്ല ഗ്ലോ തരാനൊക്കെ ഈ ഒരു വെജിറ്റബിൾ ബെസ്റ്റാണ് കേട്ടോ. ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് സ്കിന്നിന് തരും ഇത്. നമ്മളിതിന് ജ്യൂസ് കുടിക്കും, കറി വെച്ചിട്ടും എല്ലാം കഴിക്കും. ഡെയിലി ക്യാരറ്റ് നിങ്ങളുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്താൽ ബെറ്ററാണ് കേട്ടോ. ഒരുപാട് നല്ല ഗുണങ്ങളുണ്ട്. കണ്ണിന് കാഴ്ചശക്തിയൊക്കെ തരാൻ നമ്മൾ ക്യാരറ്റ് കഴിക്കണം, നല്ലതാണ്. അങ്ങനെ ഒത്തിരി പറഞ്ഞാൽ തീരാത്ത ഗുണങ്ങളുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ സ്കിന്നിനുള്ള ബെനിഫിറ്റ്സ് ആണ് ഈ ക്യാരറ്റിന് ഒരു ഗ്ലോ തരുന്നതും എന്താ പറയുക സ്മൂത്ത് ആവുന്ന റിങ്കിൾസൊക്കെ പോണത്. അപ്പോൾ അത് നമുക്ക് ഓയിലിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ബോട്ടിൽ എണ്ണ അതിൻ്റെ ഒരു പകുതിയാണ് എടുത്തത്. നല്ല പ്യൂർ കോക്കനട്ട് ഓയിൽ, ഞാനത് വീട്ടിലുണ്ടാക്കിയ എണ്ണയാണ്. അത് തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. നമ്മൾ അല്ലെങ്കിൽ പ്യൂർ വെർജിൻ കോക്കനട്ട് ഓയിലൊക്കെ കിട്ടുമല്ലോ, അതെടുക്കുക. എന്നിട്ട് ചട്ടിയിലേക്ക് ഇട്ട് ചൂടാകുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ക്യാരറ്റ് ഉണ്ടല്ലോ, അത് അതിനകത്തേക്ക് ഇട്ടു. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തുറന്ന് വെക്കുക കേട്ടോ, അടച്ചു വെക്കരുത്. കാരണം അതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ എണ്ണ കേടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്കത് വേസ്റ്റ് ആവും. 2 ദിവസമൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് നന്നായിട്ട് ഞാൻ ഫ്രൈ ചെയ്ത് എടുക്കുന്നുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിലാവട്ടോ. നമ്മൾ തേങ്ങയൊക്കെ എന്താ പറയുക, തേങ്ങ വറക്കുമ്പോഴൊക്കെ ഒരു മണം വരില്ല, അതേപോലെ ഒരു മണം വരുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഫ്രൈ പരുവത്തിലെല്ലാം ഇതിൻ്റെ കളർ ചേഞ്ച്, ഒരു ബ്ലാക്ക്, ഒരു എന്താ പറയുക ഡാർക്ക് ബ്രൗൺ കളർ ആവുന്നവരെ അതാണ് അതിൻ്റെ പാകം. അപ്പോഴേക്കും നമുക്ക് ആ ഓയിലിൽ നമുക്ക് സ്മെല്ലൊക്കെ വരും കേട്ടോ. ശരിക്കും നല്ല ക്യാരറ്റ് ഓയിലിൻ്റെ സ്മെല്ല് വരും, കുടിക്കാൻ തോന്നും, അങ്ങനെ സ്മെല്ല് വരും കേട്ടോ. അപ്പം ഇത് എന്നിട്ട് ഒരു ചൂട് തണീന വരെ ആറണ വരെ ഒന്ന് പുറത്തെടുത്ത് വെക്കണം. എന്നിട്ട് നമുക്കത് ചെയ്യേണ്ടത് വെച്ചാൽ ഫിൽറ്റർ ചെയ്തെടുക്കണം കേട്ടോ. അപ്പം നല്ലൊരു കോട്ടൻ്റെ ക്ലോത്ത് എടുക്കേണ്ട, അതിൽ അഴുക്കൊന്നും ഡേർട്ടൊന്നും ഉണ്ടാവരുത്. നല്ല ക്ലീൻ ആയിട്ട് വേണം കേട്ടോ ഒരു ക്ലോത്ത്. ഞാൻ തോർത്തിൻ്റെ ഒരു പീസാണ് എടുത്തേക്കണേ. എന്നിട്ട് ഞാൻ അത് അരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കണ്ടോ, അത് തേങ്ങയുടെ ഒരു ഇതുപോലെ ഉണ്ട്. പീര എന്നാണോ അതിന് പറയുക, നമ്മൾ വറുത്തെടുക്കില്ലേ, അതിൻ്റെ ഒരു സ്മെല്ലും കൂടെ ഉണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് അരിച്ചെടുക്കുക. എന്നിട്ട് ആ വേസ്റ്റ് അത് കളയണ്ട കേട്ടോ. അത് അങ്ങനെ തന്നെ തുണി വെച്ചിട്ട് നമുക്ക് മുഖത്ത് തുടക്കുക, അങ്ങനെ ജസ്റ്റ് മസാജ് കൊടുക്കുക കേട്ടോ, കയ്യിലും മുഖത്തൊക്കെ. ഒട്ടും വേസ്റ്റ് ആക്കാനില്ല. വളരെ പ്രഷ്യസ് ആണ് ഓരോ തുള്ളിയും. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ടാണല്ലോ കോക്കനട്ട് ഓയിലൊക്കെ ഉണ്ടാക്കണം. എന്നിട്ട് ഇതേപോലെ ഒരു ജാറിൽ ഞാൻ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. ഞാൻ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് പേടിയായിട്ടാണ് അത് കേടാവും, അത്രയും കഷ്ടപ്പെട്ടല്ലേ. പിന്നെ ഞാൻ പിറ്റേ ദിവസം ഞാൻ പുറത്തെടുത്ത് വെച്ചു. പിന്നെ 2-3 ദിവസം പുറത്ത് വെച്ചപ്പോഴും കേടായിട്ടില്ല. അപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും ഇല്ല, അതുകൊണ്ടാണ് കേടാവാത്തത്. അപ്പോൾ എനിക്കൊരു സംശയം കൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ വെച്ചാലും കേടാവത്തില്ല. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ അത് കേടാവില്ലോ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ സ്റ്റോർ ചെയ്ത് ഓറഞ്ച് കളറിലുള്ളൊരു ഓയിൽ കണ്ടോ, നല്ല ഓറഞ്ച് കളറിൽ. വേറെ ഒരുപാട് ഓയിൽസ് ഉണ്ട് കേട്ടോ, ബോഡി ഓയിൽ. പക്ഷേ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഓയിലാണ് ഇത് കേട്ടോ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ എണ്ണയിട്ട് കുളിക്കുമ്പോൾ ഈ ഒരു എണ്ണ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഞാൻ ക്യാരറ്റിൻ്റെ ഓയിൽ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് നിങ്ങളുടെ സ്കിൻ ബ്ലീച്ച് പോലെ ഒരു ഇഫക്റ്റ് വരും എന്നല്ല കേട്ടോ. ഒരു ബ്ലീച്ചിങ് ഒരു ഇതല്ല വരുന്നത്. നമ്മുടെ സ്കിന്നിൻ്റെ കളർ ശരിക്കും എന്താണോ ഉള്ളിലുള്ള കളറ് അത് തന്നെ നമുക്ക് തിരിച്ചു കിട്ടും കേട്ടോ, ഇങ്ങനെ ഈ ഓയിലൊക്കെ ഇട്ട് മസാജ് ചെയ്ത് കുളിക്കുമ്പോൾ. അപ്പം നിങ്ങൾക്ക് മുഖത്തും കയ്യിലും എല്ലാ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തിലും തേച്ചൊന്ന് മസാജ് ചെയ്യുക. എന്നിട്ട് മാക്സിമം ഒരു മണിക്കൂർ വെക്കുന്നതാണ് നല്ലത്. പക്ഷേ സമയമില്ലെങ്കിൽ ഒരു 30 മിനിറ്റ്സ് വെച്ചാൽ മതി കേട്ടോ. അത്രയും വെക്കണം, കാരണം അതിനകത്തേക്ക് പിടിക്കണമല്ലോ ശരീരത്തിലേക്ക്. എൻ്റെ സ്കിന്ന് നല്ല ഡ്രൈ ആണ്, അപ്പോൾ ഓയിൽ ഒത്തിരി ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ശരിക്കും സ്കിന്നൊക്കെ പൊട്ടുന്നതാണ് കാലും കൈ, അപ്പോൾ ഈ ഓയിലൊക്കെ ഇടുന്നതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ കുളിക്കുമ്പം സോപ്പ് ഉപയോഗിക്കരുത്. അതേപോലെ ബോഡി വാഷും ഉപയോഗിക്കരുത് ഈ ഒരു എണ്ണ ഇട്ട് കുളിക്കുമ്പോൾ. അല്ലാത്തപ്പോൾ നിങ്ങൾക്ക് അതും ലൈറ്റായിട്ടുള്ള, അതും കെമിക്കൽസ് ഫ്രീ ആയിട്ടുള്ള എന്തെങ്കിലും ഉപയോഗിക്കണം, നല്ലതാണ് സ്കിന്നിന്. പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ അതും ചെയ്യാൻ പാടില്ല. നല്ല എന്തെങ്കിലും ബാത്തിങ് പൗഡറൊക്കെ കിട്ടും കേട്ടോ. ആയുർവേദിക് ബാത്തിങ് പൗഡർ ഉണ്ട്, ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ആയുർവേദ കടയിലൊക്കെ പോയി ചോദിച്ചാൽ കിട്ടും. അതേപോലെ തന്നെ കടലമാവ് ഉപയോഗിക്കാം, അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് യൂസ് ചെയ്തിട്ട് റിസൾട്ട് എന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ബൈ.